നമസ്കാരം. 2 മിനിറ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ വധശ്രമത്തിന് പരാതി നൽകി BJP. എംപിമാരെ കയ്യേറ്റം ചെയ്തെന്നും വനിതാ എംപിയെ അപമാനിച്ചെന്നും ചൂണ്ടിക്കാട്ടിയാണ് വധശ്രമത്തിന് പരാതി നൽകിയത്. രാഹുൽ ഗാന്ധി കാരണം 2 എംപിമാർക്ക് പരിക്കേറ്റെന്നും അതിൽ ഒരാളുടെ നില ഗുരുതരമാണെന്നും കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂർ പറഞ്ഞു. ഇന്ന് പാർലമെന്റിലുണ്ടായ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം രാഹുലാണെന്നും പരാതിയിൽ BJP ആരോപിക്കുന്നു. അമേരിക്കൻ ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയ്ക്ക് വീണ്ടും കനത്ത തിരിച്ചടി. രൂപയുടെ വിനിമയ മൂല്യം ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന നിരക്കായ 85.09 കൂപ്പുകുത്തി. മുൻ ദിവസത്തെ 84.95 നിന്ന് 9 പൈസ നഷ്ടത്തിൽ 85.04 നിരക്കിലാണ് വ്യാപാരം തുടങ്ങിയത്. പിന്നീട് നഷ്ടം 14 പൈസയായി ഉയർന്നു. ഒടുവിൽ 13 പൈസ നഷ്ടത്തിൽ 85.08 രൂപയിൽ വ്യാപാരം അവസാനിപ്പിച്ചു. $1 ലഭിക്കാൻ 85.08 രൂപ കൊടുക്കണം. വാളയാർ പോക്സോ കേസിൽ CBI സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി നിയമിച്ച അഡ്വക്കേറ്റ് പയസ് മാത്യു ചുമതലയിൽ നിന്ന് പിന്മാറണമെന്ന് വാളയാറിൽ മരിച്ച പെൺകുഞ്ഞുങ്ങളുടെ അമ്മ. പ്രാഗൽഭ്യം അംഗീകരിക്കുന്നുണ്ടെങ്കിലും കേസിന്റെ കാര്യത്തിൽ വിശ്വാസമില്ലെന്ന് കുഞ്ഞുങ്ങളുടെ അമ്മയുടെ തുറന്ന കത്തിൽ പറയുന്നു. നിരവധി പ്രാവശ്യം തനിക്ക് കേസിൽ വിശ്വാസമുള്ള അഭിഭാഷകനെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി നിയമിക്കണമെന്ന ആവശ്യവുമായി നിരവധി തവണ ബന്ധപ്പെട്ടവരെ സമീപിച്ചിരുന്നതായി അവർ പറയുന്നു. മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ലെന്നും ഇഷ്ടദാനം കിട്ടിയതാണെന്നും ഭൂമി വിൽക്കാൻ അവകാശമുണ്ടെന്നും ഫാറൂഖ് കോളേജ്. മുനമ്പം ഭൂമി തർക്ക വിഷയത്തിൽ ജുഡീഷ്യൽ കമ്മീഷൻ ഹിയറിംഗ് അടുത്ത മാസം ആരംഭിക്കാനിരിക്കെയാണ് കമ്മീഷന് മുമ്പാകെ ഫാറൂഖ് കോളേജ് ഇക്കാര്യം വ്യക്തമാക്കിയത്. മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ല, ഫാറൂഖ് കോളേജിന് ഇഷ്ടദാനമായി കിട്ടിയതാണ്. അതുകൊണ്ട് തന്നെ അത് ക്രയവിക്രയം നടത്തുന്നതിനുള്ള പൂർണ്ണ അധികാരം തങ്ങൾക്കുണ്ടെന്നും ഫാറൂഖ് കോളേജ് വ്യക്തമാക്കി. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ തുടരുന്ന ഇന്ത്യൻ വംശജയായ ബഹിരാകാശ യാത്രിക സുനിത വില്യംസിന്റെ മടക്കം ഇനിയും വൈകുമെന്ന് നാസ. സുനിതയോടൊപ്പം ബുഷ് വിൽമോറും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. 2025 മാർച്ചിന് ശേഷമാകും ഇവരുടെ മടങ്ങിവരവ് സാധ്യമാകുകയെന്ന് നാസ വൃത്തങ്ങൾ അറിയിച്ചു. ജൂൺ മുതൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കഴിയുകയാണ് സുനിതയും വിൽമോറും. 2.5 വർഷത്തിലേറെയായി തുടരുന്ന റഷ്യ ഉക്രൈൻ സംഘർഷത്തിൽ നിർണായക പ്രഖ്യാപനവുമായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. യുദ്ധം അവസാനിപ്പിക്കാൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണെന്ന് പറഞ്ഞ അദ്ദേഹം ഇക്കാര്യത്തിൽ നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ചർച്ചയ്ക്കൊരുക്കമാണെന്നും അറിയിച്ചു. വാർത്തകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.